വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിലെ ശാലിനിയാണെങ്കിൽ മധുരയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. അതിനുശേഷം വീട്ടിൽ നിന്നും കാറിലേക്ക് കയറാനായിട്ട് പോകുമ്പോൾ രാഘവൻ നായർ ആദ്യമേ വണ്ടി കയറി ഇരിക്കുകയാണ്. അന്നേരം ഡോർ തുറന്നിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഞാൻ ഓഫീസിലേക്കാണ്, അച്ഛനിത് എങ്ങോട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ വിളിക്കാൻ പോവുകയല്ലേ, ഞാനും വരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ശാലിനിക്ക് ആകെ വിഷമമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അച്ഛാ വിഷ്ണുവേട്ടൻ ഇപ്പോൾ വരില്ല എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ, എനിക്ക് വണ്ടിയിലിരിക്കാമല്ലോ, തിരിച്ചു വരുമ്പോൾ എനിക്ക് വിഷ്ണുവിനെയും കൊണ്ട് വരാമല്ലോ എന്നുള്ള രീതിക്ക് തന്നെ ആ കാറിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാതെ രാഘവൻ നായർ ഇരിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ആകപ്പാടെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആ സീൻ അത്രേ കാണിക്കുന്നുള്ളൂ. പക്ഷേ പിന്നീട് എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരുവിധം രാഘവൻ നായരെ കാറിൽ നിന്ന് ഇറക്കും ശാലിനി. അതിനുശേഷമാണ് ശാലിനി അവിടത്തേക്ക് പോകുന്നത്. റസാക്കിനെയും കൂട്ടി അവർ മധുരയിലേക്ക് പോകുന്ന സീനൊക്കെ അതിനുശേഷമാണ് കാണിക്കുന്നത്. ഇതേ സമയത്താണെങ്കിൽ അവിടെ ശിവനാണെങ്കിൽ ആ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടല്ലോ. ശിവനാണെങ്കിൽ വേറൊരു സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അത് ഇതാണെന്ന് കാണിക്കുന്നില്ല, വണ്ടിയുടെ എന്തോ ഏർപ്പാട് തന്നെയാണ്. അന്നേരം ഈ മഹേന്ദ്രൻ്റെ മകൻ എന്നുള്ള രീതിക്ക് തന്നെയാണ് അവിടുത്തെ ഓഫീസർ ശിവനോട് സംസാരിക്കുന്നതൊക്കെ. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ഞാൻ വന്ന കാര്യം പറയാം, ഞാനിപ്പോൾ വന്നത് വണ്ടി എടുക്കാനല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇയാൾ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് സാർ വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് എനിക്കൊരു ജോലി എന്നിങ്ങനെ ശിവനിങ്ങനെ സംശയിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അതായത് മഹേന്ദ്രൻ്റെ മകൻ എന്തിന് ജോലി അന്വേഷിക്കുന്നു എന്നുള്ള രീതിക്കായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അവിടെ നിന്നും ശിവനാണെങ്കിൽ ജോലി കിട്ടാനായിട്ട് സാധ്യതയില്ല. മഹേന്ദ്രൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാകണം ജോലി കൊടുക്കരുത് എന്നുള്ളത്. മുൻപാണെങ്കിൽ വിഷ്ണു ഇങ്ങനെ ജോലി അന്വേഷിച്ച് ചെല്ലുമായിരുന്നല്ലോ. അപ്പോൾ സത്യഭാമയുടെ മകൻ എന്തിനാ ജോലി ഇങ്ങനെ കൊടുക്കരുത് എന്നുള്ളത് ഭാമ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ശിവനും കടന്നു പോകുന്നത്. അതിനുശേഷം അവിടെ വീട്ടിൽ മഹേന്ദ്രനോട് നിർമ്മല ചോദിക്കുന്നുണ്ട്, മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോയതല്ലേ, അപ്പോൾ എവിടെയാണ് എന്നെങ്കിലും ഒരു അന്വേഷണം, തിരിച്ചു വരുമോ, എന്തെങ്കിലും ഒന്ന് തിരക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അച്ഛനെ തോൽപ്പിക്കാനായിട്ട് പോയതല്ലേ, അച്ഛനെ തോൽപ്പിക്കാനായിട്ട് പോയ മകനാണെങ്കിൽ പലയിടത്തും പല സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങി ഇപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുകയാണ് എന്നിങ്ങനെ മഹേന്ദ്രൻ നിർമ്മലയോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ശിവനാണെങ്കിൽ ഓരോ സ്ഥലത്ത് പോയി ജോലി അന്വേഷിക്കുന്നതൊക്കെ അവിടെ നിന്ന് ആൾക്കാർ മഹേന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്. മഹേന്ദ്രൻ ഓരോ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ശിവൻ ഇങ്ങനെ ജോലി കൊടുക്കരുത് എന്നുള്ളത്. അവസാനം ശിവൻ തൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി തന്നെയാണ് മഹേന്ദ്രൻ അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത്. പക്ഷേ അവിടെയാണെങ്കിൽ ശിവനാണെങ്കിൽ തോറ്റു കൊടുക്കാനായിട്ട് തയ്യാറുമാകില്ല. പക്ഷേ ഇനി ചിലപ്പോൾ സത്യഭാമയുടെ കൂടെ ശിവൻ കൂടുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്ന് ഭാമ ചോദിച്ചല്ലോ, നിനക്ക് എൻ്റെ കൂടെ നിൽക്കാമോ, ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ശമ്പളം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ തൽക്കാലം എനിക്ക് ജോലിയുണ്ട്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ശിവൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഒരു സ്ഥലത്തുനിന്നും ജോലി കിട്ടാതെ ആകുമ്പോൾ ശിവൻ മിക്കവാറും ഭാമയുടെ അടുത്തേക്ക് തന്നെ പോകാനാണ് സാധ്യത. അപ്പോൾ ആ പൈസ പിരിക്കാനൊക്കെ രോഹിത്തിൻ്റെ കൂടെ നിൽക്കുമോ, അതിന് എന്താകും എന്നുള്ളത് നമുക്ക് എപ്പിസോഡുകൾ വരുമ്പോഴും, പിന്നെ ശാലിനി മധുരയിൽ പോയി ആ ഒരു ബോഡി സംസ്കരിച്ച സ്ഥലമൊക്കെ പോയി കാണുകയൊക്കെ ചെയ്യും. അത് ആരുടേതാണെന്നൊക്കെ പിന്നീട് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.